നേരറിയാൻ കല്ലറ തുറക്കുന്നു. കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറ ഉണ്ണിമിശിഹാ പള്ളി സെമിത്തേരിയിലെ ദുരൂഹതയുണർത്തുന്ന കല്ലറ നാളെ തുറക്കാൻ തീരുമാനം. തലശ്ശേരി RDO ഇതിനുള്ള അനുമതി നൽകി. കല്ലറക്കുള്ളിൽ പായയിൽ പൊതിഞ്ഞ നിലയിലുള്ള മൃതദേഹ സാദൃശ്യമുള്ള വസ്തു പുറത്തെടുത്ത് വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. ഈ വാണിയപ്പാറയിലെ പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ അജ്ഞാത മൃതദേഹമെന്ന വാർത്ത വന്നയുടൻ വീണ്ടും സജീവമായി ചർച്ച ചെയ്യുന്ന സിജോ തിരോധാനവുമായി കല്ലറ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്നാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. നാളെ അറിയാം നേരിന്റെ തുടക്കം. കഴിഞ്ഞ 11 ദിവസമായി ദുരൂഹത ഒളിപ്പിച്ചു വെച്ച വാണിയപ്പാറ ഉണ്ണിമിശിഹാ പള്ളി സെമിത്തേരിയിലെ 38 നമ്പർ കല്ലറയാണ് നാളെ തുറക്കുക. കല്ലറയിൽ ശവപ്പെട്ടിക്കൊപ്പം പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ട മൃതദേഹ സാദൃശ്യമുള്ള വസ്തു എന്താണെന്നതിൽ വ്യക്തത വരുത്തുന്നതിനാണ് കല്ലറ തുറന്ന് പരിശോധിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കി ഇതിന് തലശ്ശേരി RDO അനുമതി നൽകി. RDO ഉൾപ്പെടെയുള്ള റവന്യൂ അധികൃതരുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിലാവും കല്ലറ തുറന്നുള്ള പരിശോധന. പായയിൽ പൊതിഞ്ഞ വസ്തു മൃതദേഹമാണെങ്കിൽ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. DNA പരിശോധന നടത്തിയാൽ മാത്രമേ ആരുടെ മൃതദേഹമാണെന്നതിലും വ്യക്തത വരൂ. എന്നാൽ കല്ലറയിൽ കണ്ടുവെന്ന് പറയുന്ന മൃതദേഹം കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോയുടേതാകാൻ സാധ്യതയില്ലെന്ന് ഭാര്യ നിഖില 24-നോട് പറഞ്ഞു. കല്ലറ തുറന്ന് പരിശോധന നടത്തണമെന്നും നിഖില ആവശ്യപ്പെട്ടു. ഇതുവരെ കണ്ടെത്താത്തത് കൊണ്ട് എനിക്കത് വിശ്വാസമില്ല. പിന്നെ തുറന്ന് നോക്കി സംശയം തീർക്കാം. എല്ലാവർക്കും സംശയം തീരുമല്ലോ, എല്ലാവരുടെയും കുടുംബക്കാരുടെയും. കല്ലറ തുറന്നുള്ള ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടത് തൻ്റെ കൂടി ആവശ്യമാണെന്ന് സിജോയുടെ ഭാര്യ സഹോദരൻ ബിനോയ് 24-നോട് പറഞ്ഞു. ഈ മാസം 13-ന് മറ്റൊരു മൃതദേഹം അടക്കം ചെയ്യാനായി കല്ലറ തുറന്നപ്പോഴാണ് മൃതദേഹ സാദൃശ്യമുള്ള വസ്തുവിനെ കണ്ടതും ദുരൂഹത സംശയിക്കപ്പെട്ടതും. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.